നമ്മൾ കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ഭാഗം പഠിച്ചു കഴിഞ്ഞു. കേരളത്തിലെ കായലുകൾ പഠിച്ചു. ഇനി കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളും അണക്കെട്ടുകളുമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. 1900 കൂടി നമ്മൾ ഈ പറയുന്ന കേരളത്തിൽ വൈദ്യുതോൽപാദനം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കൊക്കെ വന്നു. ഈ കണ്ണൻദേവൻ കമ്പനി അവരൊക്കെ ആദ്യമായിട്ട് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഒരുപാട് ജലവൈദ്യുത പദ്ധതികൾ വന്നു. വൈദ്യുത ഉൽപാദനത്തിന് മറ്റു പല പദ്ധതികളും വന്നു. അതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അണക്കെട്ടുകൾ വന്നു. അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. അപ്പൊ ഈ പറയുന്ന വൈദ്യുത ഉൽപാദനം പല രീതിയിലും നടത്താം. അതായത് വൈദ്യുതി പല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം. വൈദ്യുതി ജലത്തിന്റെ സഹായത്തോടു കൂടി ഉൽപ്പാദിപ്പിക്കാം. അതാണ് ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്നത്. അതായത് ജലത്തിന്റെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അത്തരത്തിലുള്ളതാണ് ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ താപവൈദ്യുത പദ്ധതിയുണ്ട്. അപ്പൊ താപവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ധനം കത്തിച്ച് ആ താപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന രീതിയാണ് താപവൈദ്യുത നിലയങ്ങളിൽ ചെയ്യുന്നത്. അപ്പൊ താപവൈദ്യുത ഉൽപാദനം നടത്താറുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ആണവ വൈദ്യുത നിലയങ്ങളുണ്ട്. അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ പോലുള്ള സംഭവങ്ങൾ നടത്തി, ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കെ നടത്തി അങ്ങനെയുള്ള വൈദ്യുതോൽപാദനം നടത്താറുണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് കൂടാതെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. തിരമാലയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ സോളാർ വൈദ്യുതി ഉപയോഗിക്കാറുണ്ട്. സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ വൈദ്യുതോൽപാദനം നടത്താറുണ്ട്. കേരളത്തിലെ വൈദ്യുതോൽപാദനത്തിൽ ഏറിയ പങ്കും എന്താണ് ജലവൈദ്യുത പദ്ധതിയാണ്. അതായത് നമ്മൾ വൈദ്യുതിക്കായിട്ട് ഉപയോഗിക്കുന്നത് ജലവൈദ്യുതിയാണ്. അതായത് ജലത്തിന്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്ന ഒരു വൈദ്യുതോൽപാദന മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ. ഏകദേശം നമ്മുടെ കേരളത്തിൽ 69% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും ഈ പറയുന്ന ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുമാണ് വൈദ്യുതി ഉൽപ്പാദനം. അതായത് കൂടുതലും ജലവൈദ്യുത പദ്ധതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. 69%മാണ് ജലവൈദ്യുത പദ്ധതിയിലൂടെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഇടുക്കി ജില്ലയിലാണ് കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. കാരണം അവിടെ കൂടുതൽ അണക്കെട്ടുകളുണ്ട്. അവിടെ കൂടുതൽ ജലവൈദ്യുത ഉൽപ്പാദനം നടത്താനുള്ള കേന്ദ്രങ്ങളും ഒക്കെയുള്ള ജലവൈദ്യുത പദ്ധതികളും ഒക്കെ ഉള്ളത് ഇടുക്കി ജില്ലയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പഠിച്ച കാര്യമാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി എന്ന് പറയുന്നത് പെരിയാർ നദിയിലാണ് കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ കാണപ്പെടുന്നതെന്നും പറഞ്ഞു. ഇനി നമ്മുടെ ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പേരാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത്. വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ബോർഡാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി, വൈദ്യുത മന്ത്രാലയമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 1957 മാർച്ച് 31 നിലവിൽ വരുന്നത്. 1957 മാർച്ച് 31 നിലവിൽ വരുന്നത്. ഇപ്പം ഈ പറയുന്ന KCBയുടെ ഒരു ആപ്തവാക്യമുണ്ട്. ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഊർജ്ജം എന്നതാണ് KCBയുടെ ആപ്തവാക്യം. കേരളത്തിന്റെ ഊർജ്ജം എന്നുള്ളത്. KCBയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വൈദ്യുത ഭവൻ തിരുവനന്തപുരം ജില്ലയിലെ വൈദ്യുത ഭവൻ ആണ് ആസ്ഥാനം എന്ന് പറയുന്നത്. ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് KP ശ്രീധരനും. ഇനി നമ്മുടെ ഫസ്റ്റ് വൈദ്യുത മന്ത്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഫസ്റ്റ് വൈദ്യുത മന്ത്രി എന്ന് പറയുന്നത് VR കൃഷ്ണയ്യരുമാണ് ഫസ്റ്റ് വൈദ്യുത മന്ത്രി എന്ന് പറയുന്നത്. അപ്പം KCBയുടെ ഈ പറയുന്ന വൈദ്യുതി ഉൽപ്പാദനവും അത് വിതരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പരാതി പരിഹരണങ്ങൾ, അത്തരത്തിലുള്ള വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്. അതേസമയം ജലവൈദ്യുത പദ്ധതികൾ കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് അനോട്ട് മന്ത്രാലയമാണ്. ഈ പറയുന്ന ജലവൈദ്യുത പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് അനോട്ട് മന്ത്രാലയമാണ്. അതാണ് കൈകാര്യം ചെയ്യുന്നത്. അത് KCBയുടെ കീഴിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ അതൊരു ബോഡി ആയിട്ട് നമ്മൾ പറയുന്നേ ഉള്ളൂ. KCBയുടെ അണ്ടറിലുള്ള ഒരു അതോറിറ്റിയാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇനി KCBയുടെ കുറച്ച് പദ്ധതികൾ ഉള്ളത് നമുക്ക് പറയാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പരാതി പരിഹരണ സെല്ലുണ്ട്. അപ്പോൾ ആ പരാതി പരിഹരണ സെല്ലിന്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1912 ആണ്. അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഗാർഹിക ആവശ്യത്തിനും ഒക്കെ ഉള്ള വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് KCBയെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോൾ ഫ്രീ നമ്പറാണ് 1912 എന്ന് പറയുന്ന നമ്പർ.
ഇനി അതുപോലെ തന്നെ പലതരത്തിലുള്ള പദ്ധതികളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു പദ്ധതിയാണ് സൗരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് പുരപ്പുറത്ത് സൗരോർജ്ജം എന്ന് പറയുന്നത്. അതായത് സൗരോർജ്ജം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, അതായത് സൂര്യനിൽ നിന്നുമുള്ള ഊർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആ സംവിധാനത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് പുരപ്പുറത്ത് സൗരോർജ്ജ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ ഗാർഹിക ഉപഭോക്താക്കൾക്ക്, അതായത് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് അവബോധം നൽകുക. എന്തിനാണ് അവബോധം നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വൈദ്യുതിയെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ വളരെ ലാഭത്തോടു കൂടി അതുപോലെ നഷ്ടങ്ങളൊന്നും വരുത്താതെ ധൂർത്തൊന്നും വരുത്താതെ നമുക്ക് വൈദ്യുതി എങ്ങനെ ലാഭകരമായിട്ട് ഉപയോഗിക്കാം എന്ന് ഗാർഹിക ഉപഭോക്താക്കളെ അവബോധം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ലാഭപ്രവാഹ പദ്ധതി എന്ന് പറയുന്നത്. അതിൽ തന്നെയുണ്ട് ലാഭകരമായി നമുക്ക് വൈദ്യുതി ഉപയോഗിക്കണം, അമിതമായിട്ട് എനർജി വേസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ലാഭപ്രഭ പദ്ധതി. അത് 2013 2013 അത് എന്ത് ചെയ്തത്, ആ നിലവിൽ വന്നതെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തൊരു പദ്ധതി തുടർച്ചയായിട്ടുണ്ടാകുന്ന വൈദ്യുതി മുടക്കം അത് പരിഹരിക്കുന്നതിന് വേണ്ടി, അതായത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വൈദ്യുതി ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഊർജ്ജ ദൂത് പദ്ധതി എന്ന് പറയുന്നത്. ഊർജ്ജ ദൂത് പദ്ധതി എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള വൈദ്യുത മുടക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഊർജ്ജ ദൂത് പദ്ധതി എന്ന് പറയുന്നത്. ഊർജ്ജ ദൂത് പദ്ധതിയാണ് ആ പദ്ധതി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു പദ്ധതി ഈ പറയുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുത സംബന്ധമായിട്ടുള്ള പരാതികൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ തീർക്കാൻ പറ്റുന്ന ഇന്റർനെറ്റ് സേവനം, അതിന് പറയുന്ന പേരാണ് ക്ലൗഡ് ടെലിഫോണി എന്ന് പറയുന്നത്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് തീർക്കാൻ പറ്റുന്ന, പരാതികൾ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ലൗഡ് ടെലിഫോണി എന്ന് അറിയപ്പെടുന്നത്. ഇത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തന്നെ ഒരു കമ്മീഷൻ, ഒരു റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട്. അതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. KCRC എന്നാണ് പറയുന്നത്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. അത് 2002 നിലവിൽ വന്നത്, 2002 നിലവിൽ വരുന്നു. ആസ്ഥാനം എന്ന് പറയുന്നത് വെള്ളയമ്പലം, തിരുവനന്തപുരമാണ്. 3 അംഗങ്ങളാണ് അതിനകത്തുള്ളത്. ഒരു ചെയർമാനും 2 മറ്റംഗങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ചെയർമാൻ എന്ന് പറയുന്നത് TK ജോസ് ആണ് ചെയർമാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി ബോഡി, അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അനോട്ട് എന്ന് പറയുന്നത്. അനോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്നുള്ളതാണ് അനോട്ട് എന്ന് പറയുന്നത്. അതായത് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സസുകളെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വൈദ്യുതി ഉൽപ്പാദനം നടത്താം എന്നുള്ള രീതിയിൽ പറയുന്നതാണ് അനോട്ട്. അതായത് നമുക്ക് എനർജിയെ സംരക്ഷിക്കണം, ഊർജ്ജത്തെ സംരക്ഷിക്കണം, അമിതമായിട്ടുള്ള വൈദ്യുതി ഉപഭോഗം കുറച്ച് എനർജിയെ സംരക്ഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സസുകളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഘടനയാണ് അനോട്ട് എന്ന് പറയുന്നത്. അനോട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ്. 1986 അനോട്ട് രൂപം കൊള്ളുന്നത്. പക്ഷേ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ 2002 രൂപപ്പെടുന്നത്. ഈ അനോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കാറ്റാടി പാടങ്ങൾ, അതുപോലെ തന്നെ സോളാർ പ്ലാന്റുകൾ, ഇതിനെയൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അനോട്ടിന്റെ കീഴിൽ വരുന്നതാണ്. കൂടുതൽ സോളാർ പ്ലാന്റുകൾ നമുക്ക് വയ്ക്കുക, അത്തരത്തിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചിട്ട് അതിലൂടെ നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന രീതി, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അനോട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ വൈദ്യുത ഉൽപ്പാദനത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പങ്ക്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഈ പറയുന്ന ജലവൈദ്യുത പദ്ധതികൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളെ പറ്റിയിട്ടൊന്ന് പരിചയപ്പെടാം. ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിൽ ജലവൈദ്യുത പദ്ധതികളെ തരംതിരിക്കാം. ഒന്നാമത്തത് വൻകിട ജലവൈദ്യുത പദ്ധതികളുണ്ട്, രണ്ടാമത്തത് ചെറുകിട ജലവൈദ്യുത പദ്ധതികളുണ്ട്, മൂന്നാമത്തത് സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളുണ്ട്. അതിനകത്ത് വൻകിട ജലവൈദ്യുത പദ്ധതികളുണ്ട്. വൻകിട ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം അറിയാം, ഇടുക്കി, കുറ്റിയാടി, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ശബരിഗിരി, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി, പെരിങ്ങൽകുത്ത്, ഷോളയാർ, ഇതൊക്കെ വൻതോതിൽ വൈദ്യുതോൽപാദനം നടത്തുന്ന, അതായത് ഒരുപാട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ലാർജ് സ്കെയിലിൽ നമുക്ക് വൈദ്യുതോൽപാദനം നടത്തി അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികളാണ് വൻകിട ജലവൈദ്യുത പദ്ധതികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി തന്നെ 780 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപാദനം നടത്തുന്നത്. അപ്പോൾ അത്രയും തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജലവൈദ്യുത പദ്ധതികളാണ് വൻകിട ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇനി ചെറുകിട ജലവൈദ്യുത പദ്ധതികളുണ്ട്. അതിനുദാഹരണം പേപ്പാറ, മലമ്പുഴ, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്, മണിയാറ്, കുത്തുങ്കൽ, അതൊക്കെ
ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ്. അത് ഏകദേശം ഒരു 25 മെഗാവാട്ട് അത്രയും വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്നത്. ഇനി ഇതല്ല, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുണ്ട്. അതായത് മണിയാറ്, ഈ പറയുന്ന കുത്തുങ്കൽ, ആളുങ്കൽ, ഇതൊക്കെ സ്വകാര്യ മേഖലയിൽ വൈദ്യുതോൽപാദനം നടത്തുന്നതാണ്. അതായത് പൊതുമേഖലയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് എങ്കിൽ പോലും സ്വകാര്യ കമ്പനികളാണ് വൈദ്യുത ഉൽപാദനം നടത്തുന്നത്. അതിന്റെ വിതരണവും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു നിയന്ത്രണം, KCBക്ക് ഒരു നിയന്ത്രണം ഉണ്ടെങ്കിലും ഉൽപാദനം നടത്തുന്നതാണ് സ്വകാര്യ കമ്പനികളാണ്. അതാണ് ഈ മണിയാർ, കുത്തുങ്കൽ, ആളുങ്കൽ പോലെയുള്ള ജലവൈദ്യുത പദ്ധതികൾ. അപ്പൊ അത്തരത്തിൽ 3 തരത്തിൽ നമുക്ക് ജലവൈദ്യുത പദ്ധതികളെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓരോ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ നോക്കാം. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി തൊട്ട് തുടങ്ങാം. നമ്മുടെ കേരളത്തിൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന, അതായത് സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. അപ്പോൾ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഫസ്റ്റ് ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ്, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. ഇത് 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. അപ്പോൾ 1940 എന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. നമ്മൾ ഓരോ നാട്ടുരാജ്യങ്ങളായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അന്ന് തിരുവിതാംകൂർ സർക്കാരായിരുന്നു അന്ന് ഭരണത്തിലുണ്ടായിരുന്നത്. അപ്പം ഒരു സർക്കാരിന്റെ കീഴിലാണ്, അതെന്ന് പറയുന്നത് തിരുവിതാംകൂർ സർക്കാരാണെന്നേ ഉള്ളൂ. അതിന്റെ കീഴിൽ 1940 പണി കഴിപ്പിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഈ പറയുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പണി കഴിപ്പിക്കുന്ന സമയത്ത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പണി കഴിപ്പിക്കുമ്പോൾ ആ സമയത്തുള്ള ഭരണാധികാരി എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. അന്നത്തെ ദളവ എന്ന് പറയുന്നത് CP രാമസ്വാമി അയ്യറാണ് ഈ പറയുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നടത്തുന്ന സമയത്ത്. ഇനി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് പെരിയാറിലാണ്. എക്സാക്ട് പറഞ്ഞാൽ പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കാണപ്പെടുന്നത്. ഇനി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്, എക്സാക്ട് പ്ലേസ് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിവാസൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തില് ചിത്തിരപുരം എന്ന് പറയുന്ന ഭാഗത്താണ് ഈ പറയുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കാണപ്പെടുന്നത്. അപ്പോൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കാണപ്പെടുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ മൂന്നാറില് പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലത്ത്, ആ ഗ്രാമപഞ്ചായത്തിലെ ചിത്തിരപുരം എന്ന് പറയുന്ന ഭാഗത്ത്. അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ചിത്തിര തിരുനാൾ ആണ്. അത് നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാം. ചിത്തിര തിരുനാൾ ഭരണാധികാരി ആയിരുന്ന സമയത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചതെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും. ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. അതിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് 4ാം സ്ഥാനമാണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളിൽ 4ാമത്തെ വലുതാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. പക്ഷെ ആദ്യ സ്ഥാപിതമായ ജലവൈദ്യുത പദ്ധതിയാണ്. 1940 ഇത് സ്ഥാപിക്കുന്ന സമയത്ത് ഇതിന്റെ ശേഷി എന്ന് പറയുന്നത്, വൈദ്യുതി ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 4.5 മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ പറയുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റിയിരുന്നത്. പിന്നീട് ഇപ്പോൾ നിലവിൽ അത് 37.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയിലേക്ക് മാറിയിട്ടുണ്ട്. ആദ്യം 4.5 മെഗാവാട്ട് ആയിരുന്നെങ്കിൽ ഇപ്പോഴതിന്റെ ശേഷി എന്ന് പറയുന്നത്, വൈദ്യുതി ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 37.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷി ഈ പറയുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്ക് കാണപ്പെടുന്നുണ്ട്. ഇനി അവിടെ നമുക്ക് ഡാം കൂടി റിലേറ്റ് ചെയ്ത് പറയാം. ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ 2 ഡാമിൽ നിന്നാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. ഒന്ന് മാട്ടുപ്പെട്ടി ഡാമും രണ്ടാമത്തത് കുണ്ടള അണക്കെട്ടും. അതായത് 2 അണക്കെട്ടുകൾ, ഡാമല്ല, 2 ഡാം, മാട്ടുപ്പെട്ടി ഡാമും കുണ്ടള ഡാമും. അതായത് 2 അണക്കെട്ടുകളിൽ നിന്നാണ് ഈ പറയുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ജലം എത്തിക്കുന്നത്. അത് ഒന്ന് മാട്ടുപ്പെട്ടി അണക്കെട്ട്, രണ്ടാമത്തത് കുണ്ടള അണക്കെട്ട്, 2 ഡാമുകളാണ്. അപ്പൊ ഈ പറയുന്ന മാട്ടുപ്പെട്ടി അണക്കെട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് കോൺക്രീറ്റ് അണക്കെട്ടാണ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ഡാം ആണ് മാട്ടുപ്പെട്ടി ഡാം എന്ന് പറയുന്നത്. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് കോൺക്രീറ്റ് അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി അണക്കെട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്ന ഡാം എന്ന് വെച്ചാൽ മാട്ടുപ്പെട്ടി ഡാമും കുണ്ടള ഡാമും ആണ്. മാട്ടുപ്പെട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യ കോൺക്രീറ്റ് നിർമ്മിതമായിട്ടുള്ള ഡാമാണ് മാട്ടുപ്പെട്ടി ഡാം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ തന്നെ 2ാമത്തെ ജലവൈദ്യുത പദ്ധതിയുണ്ട്. കേരളത്തിലെ 2ാമത് പണി കഴിപ്പിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പള്ളിവാസൽ, 2ാമത്തത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ് 2ാമത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഈ പറയുന്ന ചെങ്കുളം ജലവൈദ്യുത പദ്ധതി 2ാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. ഇത് കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ ഇടുക്കി ജില്ലയിൽ
ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കില് വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. അപ്പൊ ഈ വെള്ളത്തൂവൽ പഞ്ചായത്തിലാണ് ഈ പറയുന്ന ചെങ്കുളം ജലവൈദ്യുത പദ്ധതി കാണപ്പെടുന്നത്. ഇടുക്കി ദേവികുളം താലൂക്ക് വെള്ളത്തൂവൽ പഞ്ചായത്ത് അവിടെയാണ് കാണപ്പെടുന്നത്. ഈ പറയുന്ന ചെങ്കുളം ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് മുതിരമ്പുഴയാണ്. അതായത് പെരിയാറിന് തന്നെ പോഷക നദിയായിട്ടുള്ള മുതിരമ്പുഴയിൽ തന്നെയാണ്. പള്ളിവാസലും മുതിരമ്പുഴയിലായിരുന്നു, ഈ ചെങ്കുളവും മുതിരമ്പുഴയിലാണ്. ചെങ്കുളത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്ക് ഉപയോഗിച്ച വെള്ളം വീണ്ടും തടഞ്ഞു നിർത്തിയിട്ടാണ് ഈ പറയുന്ന ചെങ്കുളം ജലവൈദ്യുത പദ്ധതി നടത്തുന്നത്. അതായത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് ആദ്യ രൂപം കൊണ്ട ജലവൈദ്യുത പദ്ധതി. അത് മാട്ടുപ്പെട്ടി ഡാം, കുണ്ടള ഡാം ഇതിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ എന്തുപയോഗിക്കുന്നത്, ആ വൈദ്യുത ഉൽപാദനം നടത്തുന്നത്. പിന്നീട് അത് ഒഴുക്കി വിടുമല്ലോ, ആ ജലത്തെ തടഞ്ഞു നിർത്തി, അതായത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ വെള്ളത്തെ തടഞ്ഞു നിർത്തി അവിടെ വീണ്ടും വൈദ്യുത ഉൽപാദനം നടത്തുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ഈ പറയുന്ന ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. അത് 1954 ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. മുതിരമ്പുഴയിലാണ്, പെരിയാറിന്റെ തന്നെ പോഷക നദിയായിട്ടുള്ള മുതിരമ്പുഴയിലാണ്. നമുക്ക് പള്ളിവാസൽ പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണല്ലോ ചെങ്കുളം. അപ്പൊ നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ പറയുന്ന ചെങ്കുളം ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. ഇനി നമ്മൾ ഇതെല്ലാം പൊതുമേഖല അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ. ഇനി ആദ്യമായിട്ട് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി, അതായത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അതായത് ആദ്യമായിട്ട് വൈദ്യുത ഉൽപാദനം നടത്തിയത് ഈ പറയുന്ന കണ്ണൻദേവൻ പ്ലാന്റേഷൻസുകളാണ്. കണ്ണൻദേവൻ കമ്പനിയാണ് ആദ്യമായിട്ട് വൈദ്യുത ഉൽപാദനം നടത്തുന്നത് എന്ന് പറയുന്നത്. ഇനി സ്വകാര്യ മേഖലയിൽ ആദ്യമായിട്ട് ജലവൈദ്യുത ഉൽപാദനം നടത്തുന്ന ആ ഒരു ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് മണിയാറാണ്. അപ്പൊ ഫസ്റ്റ് സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് മണിയാറാണ്. അപ്പൊ സ്വകാര്യ മേഖലയിലെ ഫസ്റ്റ് ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് മണിയാറാണ്. ഈ മണിയാർ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് മണിയാർ കാണപ്പെടുന്നത്. അപ്പൊ പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കൂടി നമുക്ക് നോക്കാം. അപ്പോൾ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ്. കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. അത് പന്നിയാറിലാണ്, പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള പന്നിയാറിലാണ്, ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. കാർബോറണ്ടം യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ പറയുന്ന കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി എന്ത് ചെയ്തത്, സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമുക്ക് പറയാമല്ലോ, പറഞ്ഞു. ഇനി വലിപ്പത്തിന്റെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ സർക്കാരിന്റെ തന്നെ കീഴിലുള്ള ആദ്യത്തതും രണ്ടാമത്തതും ജലവൈദ്യുത പദ്ധതി പറഞ്ഞു. പള്ളിവാസൽ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി പറഞ്ഞു. ഇനി അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തത് മണിയാറാണെന്ന് പറഞ്ഞു. ഏറ്റവും വലുതും പറഞ്ഞു കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണെന്ന് പറഞ്ഞു. ഇനി പൊതുമേഖലയിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അപ്പൊ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതി എവിടെയാണ് കാണപ്പെടുന്നത്? ഇടുക്കിയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട നദി ഏതാണ്? പെരിയാറാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട നദി എന്ന് പറയുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അണക്കെട്ട് ഏതാണ്? ഇടുക്കി അണക്കെട്ടാണ്. അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട് എന്ന് പറയുന്നത്. ഇതൊരു കമാനാകൃതിയിലുള്ള ഒരു ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. ഇടുക്കി ഡാം പണി കഴിപ്പിച്ചത് കാനഡ കൊളംബോ പദ്ധതിയുടെ സഹായത്തോടു കൂടിയാണ് പണി കഴിപ്പിച്ചത്. ഷട്ടറുകൾ ഇല്ലാത്തൊരു ഡാമാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. ഇടുക്കി അണക്കെട്ടിന് ഷട്ടറുകൾ ഇല്ല. അതുപോലെ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് കുറവൻകുറത്തി മലകൾക്കിടയിലാണ് ഈ പറയുന്ന ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ പറയുന്ന കുറവൻകുറത്തി മലകളെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി ലോകത്തിന് കാണിച്ചു കൊടുത്തത് കരുവെള്ളായൻ കൊലുമ്പൻ എന്ന് പറയുന്ന ഒരു ആദിവാസി നേതാവാണ് അത് കണ്ടുപിടിച്ച് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആദിവാസി നേതാവിന്റെ പ്രതിമ എന്ന് പറയുന്നത് അവിടെ ഒരു ചെറുതോണി എന്ന് പറയുന്ന ഒരു ഡാം ഉണ്ട്, അത് നമുക്ക് പറയാം. ആ ഡാമിനേക്ക് നോക്കി നിൽക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം, ഏറ്റവും വലിയ
ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ആ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇടുക്കി ഡാമിലാണ് കാണപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡാം എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമാണ്. ഷട്ടറുകളില്ലാത്ത ഡാമാണ്, ആർച്ച് ഡാമാണ്, കമാനാകൃതിയിൽ കാണപ്പെടുന്ന ഡാമാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. ഇടുക്കി ഡാം പെരിയാർ നദിയിലാണ് കാണപ്പെടുന്നത്. കാനഡ കൊളംബോ പദ്ധതിയുടെ സഹായത്തോടു കൂടിയാണ് ഇത് പണി കഴിപ്പിച്ചത്. കുറവൻ കുറത്തി മലകൾക്കിടയിലാണ്. ഈ കുറവൻ കുറത്തി മലകൾക്കിടയിൽ ഇത്തരത്തിലൊരു ഇതുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് കറുവള്ളായൻ കൊലുമ്പൻ എന്ന് പറയുന്ന ആദിവാസി വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ ചെറുതോണിയെ നോക്കി നിൽക്കുന്ന രീതിയിൽ കാണപ്പെടുന്നു. ഇനി ഈ പറയുന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 780 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയുണ്ട്. ഇത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അണ്ടറിലാണ്. ഇനി നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുണ്ട്. യഥാർത്ഥത്തിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ എടുത്തു പറയേണ്ട ഒരു ഡാം മാത്രമാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. ഇടുക്കി ഡാം മാത്രമല്ല കാണപ്പെടുന്നത്. ഇടുക്കി ഡാം കൂടാതെ ചെറുതോണി അണക്കെട്ടും ഇടുക്കി അണക്കെട്ടും കുളമാവ് അണക്കെട്ടും കൂടി സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതി വൈദ്യുതോൽപാദനം നടത്തുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് എടുത്തു പറയുന്നത് ഇടുക്കി അണക്കെട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് കാരണമാകുന്ന സഹായകമാകുന്ന അണക്കെട്ട് എന്ന് പറയുന്നത് ചെറുതോണി അണക്കെട്ടുണ്ട്, ഇടുക്കി അണക്കെട്ടുണ്ട്, കുളമാവ് അണക്കെട്ടുണ്ട്. അതിനകത്ത് ചെറുതോണി അണക്കെട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ടാണ് ചെറുതോണി അണക്കെട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കരുവള്ളായൻ കൊളുമ്പന്റെ പ്രതിമ എന്ന് പറയുന്നത് ചെറുതോണി അണക്കെട്ടിനെ നോക്കി നിൽക്കുന്ന രീതിയിലാണ് സ്ഥാപിതമായിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞു. ഇനി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലവൈദ്യുത നിലയമുണ്ട്. ആ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം ജലവൈദ്യുത നിലയം. മൂലമറ്റം. അപ്പൊ എന്താണ് മൂലമറ്റത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇടുക്കി ജലവൈദ്യുത നിലയത്തിൽ നിന്ന് വൈദ്യുത ഉൽപാദനത്തിന് ശേഷമുള്ള ജലം, ആ ജലം പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി കൊണ്ടുവന്ന്, അതായത് ഭൂഗർഭത്തിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഭൂമിക്ക് അടിയിലൂടെ കൊണ്ടുവന്ന് ഈ പറയുന്ന മൂലമറ്റം എന്ന് പറയുന്ന ഒരു വൈദ്യുത നിലയത്തിൽ കൊണ്ടുവന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് അവിടെ നടത്തുന്നത്. അപ്പൊ മൂലമറ്റം വൈദ്യുത നിലയത്തിൽ ചെയ്യുന്നത് അതാണ്. അപ്പൊ നമുക്ക് മൂലമറ്റത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം ജലവൈദ്യുത നിലയം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം അത് മൂലമറ്റമാണ്. മൂലമറ്റം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ മായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്നുള്ള വെള്ളമാണ് പിന്നെ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കൊണ്ടുവന്ന് മൂലമറ്റത്ത് വൈദ്യുതോൽപാദനം നടത്തുന്നത്. ഈ മൂലമറ്റം പവർ ഹൗസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കുതിരലാടത്തിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. മൂലമറ്റം പവർ ഹൗസ് ഒരു ലാടത്തിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറയുന്നു ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 1976 ഉദ്ഘാടനം നടത്തിയത്. ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം നടത്തിയത്. അപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സി അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും വലുത് ഏതാണെന്ന് പഠിച്ചു. വലുത് ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്.